യഥാർത്ഥത്തിൽ താരങ്ങള് അമിത പ്രതിഫലം വാങ്ങുന്നുണ്ടോ? എന്താണ് അതിന്റെ ഒരു പെർസ്പെക്റ്റീവ്? ഞാൻ വിചാരിച്ചത് ഞാൻ അത്ര മേടിക്കുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാട്. എൻ്റെ അവസ്ഥ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കല്യാണം കഴിക്കുന്നില്ലേ? നിഖില ചേച്ചി എന്ത് മറുപടി കൊടുക്കും? ഒരുപാട് പെൺകുട്ടികൾ മാർക്കോ പോലെ പാൻ ഇന്ത്യയിലെ ശ്രദ്ധിച്ച ഒരു ചിത്രം ചെയ്തതിനു ശേഷമാണ് ഗെറ്റ്സ് ബേബിയിലേക്ക് വരുന്നത്. അപ്പൊ മാർക്കോ കണ്ടവർക്കറിയാം, ഉണ്ണിയുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കരമായിട്ട് അത്രയും വയലന്റ് ഒരു ചിത്രത്തിന് നമുക്ക് ഇയാളൊരു എന്താണ് ആക്ഷൻ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നടനാണെന്ന് തോന്നുന്ന അർത്ഥത്തിലേക്ക് തോന്നിയ ചിത്രമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഗെറ്റ്സ് ബേബിയിലേക്ക് വരാൻ നേരത്ത് ഭയങ്കര അത് കാണാൻ നേരത്ത് ഭയങ്കര ഇച്ചിരി കൂടെ ലൗകിക ആയിട്ടുള്ള വേറൊരു ഫേസും കാര്യങ്ങളൊക്കെയായിരുന്നു. ആ ഒരു യാത്ര എങ്ങനെയാണ്? ഇപ്പൊ അതിനു മുമ്പ് ഈ മാളികപ്പുറവും മേൽപ്പടിയാനൊക്കെ ഫാമിലി ചിത്രങ്ങൾ ചെയ്തൊരു നടനുമാണ്. അപ്പൊ പിന്നീട് ഒരു പീക്കിൽ നിന്ന് പിന്നീട് ഫാമിലി സെറ്റപ്പിലേക്ക് വന്ന ഒരു യാത്ര അതാണ്. ബ്രദർ, ആക്ച്വലി മാർക്കോ എന്ന സിനിമ ഷൂട്ടിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത ഷൂട്ടിംഗ് ആസ് പെർ നോക്കുവാണെങ്കിൽ ഞാൻ ആദ്യം ഗെറ്റ്സ് ബേബിയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോയുടെ വർക്ക് നടക്കണ്ടായിരുന്നു. മാർക്കോ പാൻ ഇന്ത്യൻ ഹിറ്റാക്കണം എന്ന് വിചാരിച്ചെടുത്ത സിനിമയല്ല, അതങ്ങനെ ആയി തീർന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗെറ്റ്സ് ബേബി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. ഫാമിലി മൂവീസ് കഴിഞ്ഞ 5 വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നി ഞാനിനി ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കോയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജക്റ്റാണ്. മാർക്കോ വലിയൊരു ഹിറ്റാണ്, ഓൾ സഡൻ ഗുഡ്. പക്ഷേ ഒരു മൂവി എന്ന നിലയിൽ ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആവുന്നത് ഗെറ്റ്സ് ബേബി എന്ന സിനിമയുടെ കോർ എസെൻസിലാണ്. ദാറ്റ് ഈസ്, സജീവും പറഞ്ഞു, ഞാനും പറഞ്ഞു, വിനയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. എനിക്ക് കണക്റ്റ് ആവുന്ന കഥകൾ, ഇപ്പോൾ വൈവി എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഫാമിലി കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓക്കെ, ഇതിലൊരു സിനിമയുണ്ടല്ലോ. ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം എന്താണെന്ന് ചോദിക്കുമ്പോൾ ദാറ്റ്സ് കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവർക്ക് 2 പേർക്ക് ഉണ്ടാകുന്ന മെൻ്റൽ സ്ട്രഗിൾ, സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ, ഫാമിലീസിനെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു സബ്ജക്റ്റാണ് ഗെറ്റ്സ് ബേബി. ബട്ട് വിനയുടെ ഒരു സ്റ്റൈൽ ഓഫ് റെൻഡറിങ് ആൻഡ് ലുക്ക് ആൻഡ് ഫീലിൽ സിനിമ ലുക്സ് വെരി എൻഗേജിങ്, കളർഫുൾ. കുട്ടികൾക്കും ഫാമിലീസിനും കഴിക്കാൻ പോകുന്ന ആൾക്കാരും കല്യാണം കഴിച്ചവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ഫാമിലി പ്ലാനിങ് ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ്സ് ബേബി ആയിരിക്കും. ദാറ്റ് ഇസ് എ ടേക്ക് അവേ. ദാറ്റ് നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം, വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യാം. മാർക്കോയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. മാർക്കോ ഒരു മൊമെൻ്ററി ഹൈ ആണ്. അഡ്രിനലിൻ അടിക്കില്ല. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് വാവും. പക്ഷേ ഞാൻ പിന്നീട് എനിക്ക് മാർക്കോയെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല. ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ്. ഗെറ്റ്സ് ബേബിയെ സംബന്ധിച്ച് ഒരു സ്ലോ ബ്രൂയിങ് പ്രോസസ്സാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് മാർക്കോയിൽ ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല. സ്വാഗ് മ്യൂസിക്, സ്വാഗ്, ഇത് ഇങ്ങനത്തെ ഒരു ജനറിക് ഫീഡ്ബാക്കാണ്. തിയേറ്ററിൽ അടിപൊളിയായിരുന്നു, വെൽ ആൻഡ് ഗുഡ്. പക്ഷെ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ, ഞാൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു എന്ന് ഉള്ളൊരു ചോദ്യം. ആ അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പ് ഇനി വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും. ഈ സിനിമ കൊണ്ട് സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം, വിച്ച് വിൽ സ്റ്റേ ഇൻ മൈ മെമ്മറി. ആ സെൻസിൽ ആസ് എൻ ആക്ടർ ഓൾസോ, ഇപ്പോൾ വിനയ് എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ വിനയ്ക്കും ഇതൊരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ. സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ലാലേട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു മീശ പിരിക്കുന്ന സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം സ്കന്ധേന്ന്. ഞങ്ങൾ പക്ഷേ
ഓവറോൾ ഇങ്ങനത്തെ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും അങ്ങനെ എനിക്ക് ഫാമിലി ഓഡിയൻസ് ഇങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസാണ്. അവർക്ക് വേണ്ടി ഒരു സിനിമ ഇമ്മീഡിയറ്റ് വരുമ്പോൾ നന്നായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഫോർ യു ഓൾസോ. ഞാൻ ഈ ഫാമിലീസ് എന്ന് പറയുമ്പോൾ പ്രായമില്ല അതിൽ. ജസ്റ്റ് ദാറ്റ് ഒരു 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 കൊലാബറേറ്റീവ് സ്പേസിൽ നിൽക്കുന്ന ഒരു ഒരു നല്ല സിനിമ. ഇപ്പോൾ മീഡിയക്കാർക്കാണെങ്കിലും ഇന്റർവ്യൂവിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ചുട്ട മറുപടി കൊടുക്കുന്ന ആളാണ് നിഖില ചേച്ചി. അപ്പോൾ നിഖില ചേച്ചി മാരീഡ് അല്ല, അല്ലെ സിംഗിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാരീഡ് അല്ലാത്ത ഒരാളോട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കല്യാണം കഴിക്കുന്നില്ലേ. അപ്പോൾ ഉണ്ണിച്ചേട്ടനടക്കം അതിനിടക്ക് നേരിടാറുള്ളതാണ് ഇന്റർവ്യൂസിനിടക്ക്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് നിഖില ചേച്ചി എന്ത് മറുപടി കൊടുക്കും? അപ്പോൾ നിഖില ചേച്ചി ആസ് ആൻ ആക്ട്രസ് ഇത്രത്തോളം വളരെ തഗ്ഗായിട്ട് അങ്ങനെ ഒരു മറുപടി കൊടുക്കാം. പക്ഷെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് അല്ല ഞാൻ ചോദിച്ച പോയിന്റ് വേറെ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ട്രോമ അനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി. അപ്പോൾ അല്ല അങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഞാനിതിൽ വരുന്നൊരു വിമർശനം കേട്ടായിരുന്നു. ഈ പടത്തിൽ വരുന്ന വിമർശനം നിങ്ങളെങ്ങനെ അഭിമുഖീകരിക്കുന്ന അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? നിഖില ചേച്ചി ഫസ്റ്റ് പറയും. ചേച്ചിയുടെ പെർസ്പെക്റ്റീവ് നിഖില ചേച്ചിയുടെ പെർസ്പെക്റ്റീവ് ഫസ്റ്റ് പറയും. അതിൽ പറയുന്ന പോലെ അവരുടെ ചോയ്സാണ്. അവർക്ക് കുട്ടികൾ വേണം, ഏത് സമയത്ത് കുട്ടികൾ വേണം, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർഡ് ആണോ ഒരു അമ്മയാവാൻ, ഞാൻ പ്രിപ്പയർഡ് ആണോ ഒരു അച്ഛനാവാൻ എന്നുള്ളതൊക്കെ ഇതിൽ മാറ്ററാണ്. എനിക്ക് സോഷ്യൽ പ്രഷറിൻ്റെ പേരിൽ കുട്ടികളുണ്ടാവുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനോട് എനിക്ക് താല്പര്യമില്ല. ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ്. അവരുടെ ലൈഫിൽ നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല. എനിക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ എൻ്റെ കാര്യമാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ ഒരാൾക്ക് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എനിക്കത് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയുകയും എല്ലാവർക്കും അങ്ങനെ പറയാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ചിലർക്ക് അതൊരു വളരെ പ്രഷറായിട്ടോ സ്ട്രെസ്സായിട്ടോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഈ സിനിമയിലും കുട്ടികളാവുന്നില്ല എന്ന് പറയുന്ന പ്രഷറുള്ള ആൾക്കാരുണ്ട്, കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള ഫാമിലീസിന് അതിൽ കാണിക്കുന്നുണ്ട്. ഈ പ്രഷർ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ പ്രഷറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്തൊക്കെ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഉണ്ണിബ്രോ ഇവിടെ ഇപ്പം ഈ പടത്തിലെ ഇമോഷണൽ സീൻ ഭയങ്കര അണ്ടർറേറ്റഡ് ആയിട്ട് തോന്നി. കാരണം മാർക്കോ എന്ന സിനിമയിൽ ഭയങ്കര ഒരു ആ ഒരു രീതിയിൽ ഞെട്ടിച്ച ഒരാൾ ഇതിലേക്ക് വന്ന് ഇമോഷൻ ചെയ്തപ്പം പലർക്കും ഇവൻ എനിക്കുൾപ്പെടെ കണ്ണ് നിറയുന്ന പോലെ തോന്നി. അതായത് ഇത്രയും നാളും ഉണ്ണിമൂന്തൻ ചെയ്ത പടങ്ങളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇമോഷണൽ ചെയ്തത് ഗെറ്റ് സെറ്റ് ബേബിയിലാണെന്ന് തോന്നി. അത് ഇത്രയും നാളും ചെയ്ത സിനിമകളിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണോ, അതോ സ്പെസിഫിക്കലി ഈ ഒരു പടത്തിന് വേണ്ടി എത്ര എഫേർട്ട് ഇമോഷണൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ? താങ്ക് യു. ആക്ച്വലി രണ്ടുണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്, സബ്ജക്റ്റ് കൊണ്ടുള്ള താല്പര്യമുണ്ട്. അതിൻ്റെ മുകളിലൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പണ്ടത്തെ പോലെ എനിക്കിങ്ങനെ ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു ടേക്ക് ഇറ്റ് നല്ലൊരു സെറ്റപ്പിൽ ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു സ്പേസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മളറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളായതൊക്കെ. ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ട് പോകുന്ന ആളല്ല. ഞാൻ എൻ്റെ ഒരു മെത്തഡ് ആക്ടിങ് ഫോളോ ചെയ്യുന്ന ആളല്ല. എൻ്റെ കംഫേർട്ടിൽ എനിക്ക് എന്നെ വിട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്ന ഇറ്റ് ഈസ് ഗുഡ് ബാഡ് അല്ലെങ്കിൽ സ്പേസിലേക്ക് പോകും. എന്നെ സംബന്ധിച്ച് കഥയാണ് ഇമ്പോർട്ടൻറ്റ്, സിനിമയാണ് ഇമ്പോർട്ടൻറ്റ്. അതിൽ സിനിമയിൽ ഞാൻ മാത്രം നന്നായി അല്ലെങ്കിൽ നീല മാത്രം നന്നായി എന്ന് കേൾക്കുന്നതിലും നമുക്ക് താല്പര്യമില്ല. സിനിമ ഇൻ ടോട്ടാലിറ്റി ഒരു കഥയാണ്. ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. ആ കഥയിൽ മെയിനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന അഭിനയം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിലൂടെ
ഒട്ടും പ്രീച്ച് ചെയ്യാവാതെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നതല്ല, ഒരു സെറ്റപ്പാണ്. ഈ അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഗായകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ 5 കുടുംബങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ഇവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമായിരിക്കും, അങ്ങനത്തെ പോസിബിലിറ്റീസാണ്. ഹൈപ്പോത്തറ്റിക്കലി നിങ്ങൾ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ശരിയല്ല എന്നൊന്നും നമുക്ക് പലതും കാട് കയറി പലതും ചിന്തിക്കാം. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഗായകനാക്കി അവിടെ ജോലി തന്നെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആൾക്കാർ വളരെ പോസിറ്റീവ്ലി ഇൻസ്പയർ ചെയ്യുക, അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ കഥ അതിനെ ചുറ്റി തന്നെ സഞ്ചരിക്കുക. ഇത് നമുക്ക് ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ദാറ്റ് ഈസ് ഫൈൻ, നോട്ട് എൻ ഇഷ്യൂ. എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്താൽ ആസ് എൻ ആക്ടർ എനിക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാറ്. അപ്പോൾ ഇത്തരം സിനിമകൾ പോസിബിലിറ്റീസ് കുറച്ച് കൂടുതലാണ്. മാർക്കോ എന്ന സിനിമയിൽ എൻ്റെ എന്താ പറയുക, മാർക്കോ ഒരു അഡ്രിനലിൻ സ്പേസാണ്, എന്നാൽ അതിൽ അഭിനയമില്ല എന്ന് പറയാൻ പറ്റില്ല. രണ്ടിലും രണ്ട് രീതിയിൽ തന്നെ ഐ റിയലി എൻജോയ് വർക്കിംഗ്. ബിക്കോസ് ഞാൻ കഥകൾ സെലക്ട് ചെയ്യുന്നത് എൻ്റെ കംഫർട്ടിനനുസരിച്ചിട്ടാണ്. എൻ്റെ കംഫർട്ട് ഇന്ന ജോണറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കൊരു അടിപൊളി കോമഡി പടം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, കഥകൾ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് വേറെ ഐ വോണ്ട് ടു പാർട്ടിസിപ്പേറ്റ്. അതെല്ലാം സംഭവിക്കട്ടെ. ഓരോ സിനിമ വിജയിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കഥകളിലേക്ക് എത്താം. താങ്ക് യു. മലയാള സിനിമയും താരങ്ങളെ കുറിച്ചുള്ള സബ്ജക്റ്റ് ഒക്കെ ഭയങ്കരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ താരങ്ങൾ അമിത പ്രതിഫലം വാങ്ങുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്? ഞാൻ വിചാരിച്ചത് ഞാൻ അത്ര മേടിക്കുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാട്. എൻ്റെ അവസ്ഥ അല്ല, ബേസിക്കലി ഇപ്പം അതോടനുബന്ധിച്ച് ഇപ്പം ഒരു പ്രൊഡ്യൂസർ, ഇപ്പം നമുക്കറിയാം മാർക്കോ പോലത്തെ ഒരു ചിത്രം മലയാളത്തിന് സമ്മാനിച്ച ഒരു പ്രൊഡ്യൂസറും കൂടെയാണ്. ഇപ്പം എന്താണ് താരങ്ങൾ യഥാർത്ഥത്തിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് കൂടുതലും അതിൻ്റെ ക്രാഫ്റ്റിനായിരിക്കും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഇപ്പോൾ മാർക്കോ നമുക്ക് കണ്ടാൽ അറിയാം, അതിൻ്റെ ആ സ്റ്റെയർ കേസ് സീനൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇല്ലെങ്കിൽ അങ്ങനത്തെ പല സംഗതികൾക്കും ഈ ഡിഫൻഡറൊക്കെ ഒരുപാട് ഡിഫൻഡർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ നേരത്ത് അതിന് ആ സിനിമ അറിയുന്ന ഒരു നടൻ അർത്ഥത്തിൽ അതിൻ്റെ അകത്ത് അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും. മീൻസ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഏറ്റവും മനോഹരമാകണമെന്ന് മാത്രമായിരിക്കും ആ നടൻ ആഗ്രഹിക്കുന്നത്. അപ്പം പിന്നീട് ഈ ചർച്ചകളിൽ പറയുന്നത് താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നത് പോലും അതിനെക്കുറിച്ച് പോലും ചർച്ച വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സംഗതിയൊക്കെ ഒരു പ്രൊഡ്യൂസർ എന്ന അർത്ഥത്തിലും കൂടെ എങ്ങനെയാണ് നോക്കി കണ്ടത്? പ്രൊഡ്യൂസർ ഞാൻ ഭയങ്കര റീസണബിളാണ്. ഞാൻ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ച് വന്നൊരു പ്രൊഡ്യൂസർ. എൻ്റെ പൈസ എൻ്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കണമെന്നാണ് എൻ്റെ അതിൻ്റെ ഒരു റൈറ്റ്. പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും എന്നെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബേസിക് മാന്യത. പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരോടും ഡിസ്കസ് ചെയ്യുന്ന കാര്യം പോലും ഇല്ല. എന്നാലും നമ്മൾ പറയാം, നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നോ അതെൻ്റെ അവകാശമാണ്. എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട്. ഞാൻ നടനും പ്രൊഡ്യൂസറും അതെല്ല എൻ്റെ മാത്രമല്ല എല്ലാവർക്കും. ഐ തിങ്ക് അത് ഐ ഡോണ്ട് ഗോ വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫെയർ അല്ല. ബിക്കോസ് ഒരു ഫ്രീ സ്പേസ് ആണ്. അത് 0 ബഡ്ജറ്റിലും സിനിമ ചെയ്യും, പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യും. ഇതിലൊരു റൂൾ ബുക്കില്ല. ഇൻഡസ്ട്രിയിൽ ആര് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് മാർക്കില്ല. ഇന്ന ആൾക്ക് മാത്രമേ സിനിമ. IT ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയിലേക്ക് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പോലും സിനിമ പഠിച്ചിട്ട് വന്നൊരു സിനിമ നടനായ ആളൊന്നുമില്ല. പ്രൊഡക്ഷൻ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ എനിക്ക് ആയിത്തീർന്നു. സജീവാണെങ്കിലും വിനയാണെങ്കിലും ഇതെല്ലാം നിൽക്കില്ല. എല്ലാവരും ആക്ടിങ് വോട്ടെവർ ഏത് പ്രൊഫഷനാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. പിന്നെ സിനിമ നല്ല സിനിമ എടുക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശമ്പളം ഞാൻ മേടിക്കാറില്ല. ബിക്കോസ് ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. കാരണം ഒരു 5 വർഷമായിട്ട് പറയാം. നിഖിലയുടെ ഒരു പെർസ്പെക്റ്റീവ് ഒന്നാണ് അതിനെക്കുറിച്ച്. ഈ താരങ്ങൾ പ്രതിഫലം യഥാർത്ഥത്തിൽ കുറയ്ക്കേണ്ടതുണ്ടോ? ഫീമെയിൽ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ശമ്പളം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി കുറയ്ക്കാൻ പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല.
അവരുടെ അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അവരുടെ ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്ക് അറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കുന്നതെന്നാണ് എൻ്റെ ജനറലി ഉള്ളൊരു, എനിക്ക് അത്രയും ഡീറ്റെയിലിംഗ് അറിയില്ല അവരുടെ ശരിക്കും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് അത്രയും ധാരണയില്ലാത്തതുകൊണ്ട് എനിക്ക് വെറുതെ അതിനെപ്പറ്റി പറയുന്നത് നല്ലത്. അതിൻ്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും. സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പ്ലാൻ ഇല്ല? ഇല്ല, എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ്, പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. പ്രൊഡ്യൂസ് ചെയ്യാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻസ് ആയിട്ട് വർക്ക് ചെയ്യണോ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. ഉണ്ണിയോടൊരു ക്വസ്റ്റ്യൻ അങ്ങനെ വിളിക്കാമല്ലോ, അവിടെ വിളിക്കാനാണ്. യശോദ എന്ന മൂവിയിൽ കോർ ഇതല്ല എങ്കിലും കണ്ടന്റ്, പ്രത്യക്ഷത്തിലുള്ള കണ്ടന്റ് IVF ആയിരുന്നല്ലോ. അപ്പോൾ അതും ഇതും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. കണക്ഷൻ എന്തെങ്കിലും കിട്ടിയിരുന്നു? ഇല്ല, എനിക്ക് ഇതിപ്പോൾ എടുത്തു പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊരു ജോബ് പ്രൊഫൈൽ മാത്രമല്ല. യശോദയൊക്കെ നമ്മൾ വേറെ കാര്യം സർവീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ്, ശരിയാണ്. പക്ഷേ ഇതൊരു ഗ്ലൈനാക് മെയിൻ ലൈനായിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത്, കറക്റ്റാണ്. പക്ഷെ സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഇമോഷൻ കൊണ്ടുപോയി എനിക്ക് പറയാം. രണ്ടൊരു സിനിമയുടെ എനിക്ക് എപ്പോഴും തോന്നുന്നു, പക്ഷെ ഒന്നും തോന്നുന്നില്ല.